ഹായ് ഫ്രണ്ട്സ്, ആർടിഎമ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന് വേണ്ടി ഇറങ്ങിയ ഡിജിറ്റൽ സ്പീഡോമീറ്ററെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആർടിഎമ്മിൻ്റെ യൂട്യൂബ് പേജിൽ കമൻ്റായിട്ട് ഒരു ഫ്രണ്ട് ചോദിച്ചാണ്, പെട്രോൾ തീരുന്നത് എങ്ങനെ ബുള്ളറ്റിന് അറിയാൻ പറ്റും? അപ്പോൾ ഞാൻ നോർമലി ഉള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ബാക്കിയുള്ള ബൈക്കിലെ പോലെ എന്തുകൊണ്ട് റോയൽ എൻഫീൽഡിൽ ഡിജിറ്റൽ മീറ്റർ ഇല്ല? അത് കമ്പനി ഇറക്കുന്നില്ല, പക്ഷേ നമുക്ക് ഡിജിറ്റൽ മീറ്റർ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാനത് ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മീറ്ററിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് സ്പീഡോമീറ്ററാണ്. അതായത് EFI മോഡൽ ICAT സർട്ടിഫൈഡ് സ്പീഡോമീറ്ററാണ്. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. അതിൻ്റെ മാനുവൽ അതിൻ്റെ കൂടെ ഉണ്ടാകും. നോർമലി നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും എക്സ്പെർട്ടായ ഏതെങ്കിലും മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചാൽ അവരത് ഫിറ്റ് ചെയ്ത് തരും. അതിൻ്റെ കൂടെ അതിന് വേണ്ട സോക്കറ്റ്, വയേഴ്സ്, പിൻസെറ്റ് അങ്ങനെ എല്ലാം ഉണ്ടാവും. പിന്നെ അത് പിടിപ്പിക്കുന്ന ക്ലിപ്പ് അതും ഉണ്ടാവും. പിന്നെ ട്രിപ്പ് മെഷീൻ സ്വിച്ച് ഉണ്ടാവും. പിന്നെ നമ്മുടെ യൂണിറ്റ്, അതായത് ഡിജിറ്റൽ സ്പീഡോമീറ്ററിൻ്റെ യൂണിറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പിടിപ്പിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും മീറ്റർ റീഡിങ്. ലെഫ്റ്റ് സൈഡിൽ പെട്രോൾ എത്ര ഉണ്ട്, പിന്നെ റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്റർ കാണിക്കും. പിന്നെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും, റൈറ്റ് സൈഡ് കാണിക്കും. ബ്രേക്ക് പിടിച്ചാൽ അത് കാണിക്കും, ലൈറ്റിൻ്റെ കാണിക്കും. അതായത് നമ്മൾ നോർമലി ഉള്ള ഡിജിറ്റൽ സ്പീഡോമീറ്ററിൻ്റെ എല്ലാ ഫംഗ്ഷനും ഇതിലുണ്ട്. നമുക്കത് ഈസി ആയിട്ട് നമ്മുടെ ബൈക്കിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ട്രിപ്പ് സ്വിച്ച് ഉണ്ട്. അതായത് വണ്ടി കൂടുതലായിട്ട് മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യുന്നവർ മാത്രമേ ഇത് മേടിക്കാവുള്ളൂ. കാരണം ഇത് കുറച്ച് പൈസ കൂടുതലാണ്. അത് ഏകദേശം ഒരു 4000 രൂപയോളം ഡിജിറ്റൽ സ്പീഡോമീറ്ററിന് വരും. അപ്പോൾ ഡിജിറ്റൽ മീറ്റർ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടും, ബാക്കിയുള്ള എല്ലാ ഇൻഡിക്കേഷൻസും കിട്ടും. താല്പര്യമുള്ളവർ പിടിപ്പിക്കുക. ഇനി എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അതിൽ നല്ല കമൻറ്റ്സ് നോക്കി ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായ ചാനലിലെ വീഡിയോസ് കാണുക. ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ സൈനിങ് ഔട്ട് ഫ്രം RTM.